എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ കളറിൽ വളരെ സിമ്പിൾ സ്ട്രോക്ക്, അതായത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് വാട്ടർ കളർ ചെയ്യുമ്പോൾ നമുക്കൊരു ധൈര്യം തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്. അതായത് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് തെറ്റും എന്നൊക്കെ വിചാരിച്ച് വളരെ സീരിയസ് ആയിട്ട് കണ്ട് നമുക്ക് ആ ഫ്രീഡം, ആ പെയിൻറ്റിങ്ങിൽ ഫ്രീഡം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുൻപായിട്ട്, അതായത് നമുക്ക് വളരെ അത്യാവശ്യം വല്ലാത്തൊരു ഓർഡറായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കേണ്ട ആവശ്യത്തിനോ വല്ലാത്തൊരു രീതിയിൽ നമുക്കായിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സിമ്പിൾ പെയിൻറ്റിങ് വാട്ടർ കളർ ചെയ്യണം, പരിശീലിക്കണം നമ്മൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് അത് എന്താണ് അത് അങ്ങനെ എന്നുള്ളതിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഈ വാട്ടർ കളറിൻ്റെ സിമ്പിൾ സ്ട്രോക്ക് സ്റ്റൈലാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ ഡയറക്റ്റ് വരയ്ക്കുക. അതായത് അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവനയിൽ, അതായത് നമുക്കത് എങ്ങനെ ബ്രഷ് കൊണ്ട് മായ്ക്കാതെ തിരുത്തലുകളില്ലാതെ തന്നെ വരയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് ബ്രഷ് കൊണ്ട് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അത് മായ്ക്കാനും തിരുത്താനും സാധിക്കില്ല. റബ്ബർ കൊണ്ടാണെങ്കിൽ നമ്മൾ കുറേ വരച്ച് മായ്ച്ച് തിരുത്തി വരുമ്പോൾ നമുക്ക് മനസ്സ് സ്വാഭാവികമായിട്ടൊരു മുഷിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ചിത്രം സിമ്പിളായിട്ടൊന്ന് വരയ്ക്കുക, ഞാൻ ബ്രഷ് കൊണ്ടൊന്ന് എന്തെങ്കിലും ഒന്ന് വരയ്ക്കട്ടെ എന്നുള്ള ആ ഒരു ആശയത്തിൽ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി മാത്രമാണ്, നിങ്ങൾക്കൊരു അങ്ങനത്തെ ഒരു ആശയം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മളൊരു സ്കെച്ച്, ഒരു സ്ത്രീയുടെ ഒരു സ്കെച്ച് ഏകദേശം ഹെഡ് സ്റ്റഡി എന്നുള്ള രീതിയിൽ നമ്മളത് സ്കെച്ച് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കളർ കൊടുക്കും. ഇപ്പോൾ അവിടെ ഒരു നീല കളർ കൊടുക്കുകയാണ്. ആൾ ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ ടച്ചുള്ള ഒരു കൂളിംഗ് ഗ്ലാസ്സാണ്, റെഡിഷ് ആയിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ്. അതിൻ്റെ ഡെപ്തുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഡെപ്ത് കിട്ടാൻ ഈ കൂളിംഗ് ഗ്ലാസിൻ്റെ കളറിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് റെഡ്, യെല്ലോ, പിന്നെ ബ്ലൂ, അങ്ങനെ 3 കളറുകളാണ്. ആദ്യം നമ്മൾ റെഡും യെല്ലോയും കൂടി ചേർത്ത് ഏകദേശം ഒരു ഓറഞ്ച് ഫീൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അല്പം കൂടി ഡാർക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്കിൻ ടോണിന് യെല്ലോ, ഓറഞ്ചും അല്പം ഗ്രീന്, ഒരു പൊടിക്കൊരു ഗ്രീന് നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്കിൻ ടോൺ വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ഹൈലൈറ്റ്, നമുക്ക് ഒരു സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്, ആ ഒരു ധാരണയിൽ നമ്മൾ വേണം വരയ്ക്കാനായിട്ട്. ഇത് വാട്ടർ കളറിൻ്റെ പെയിൻറ്റിങ്, വാട്ടർ കളർ പെയിൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ലൈറ്റും ഷെയ്ഡാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ലൈറ്റും ഷെയ്ഡും എന്നുള്ളതാണ്. അതിന് എത്രമാത്രം ഡെപ്ത് വേണം, എത്രമാത്രം ലൈറ്റ് വേണം എന്നുള്ളതിൻ്റെ ആ ഒരു, അതായത് ലൈറ്റിൻ്റെയും ഡാർക്കിൻ്റെയും ഒരു കളി മാത്രമാണ് ഈ വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബേസിക്കായിട്ട് അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ആ ലൈറ്റും ഷെയ്ഡിൻ്റെ ആ ഒരു ഗെയിം നമുക്ക് അറിയില്ലെങ്കിൽ വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് യാതൊരു സൗന്ദര്യത്തിനും വഴിയില്ല. ഒരു ഫോട്ടോ നമ്മൾ നോക്കി വരച്ചു, അത് കൃത്യമായിട്ട് പ്രിൻ്റ് ചെയ്ത പോലെ വരച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ കളറായാലും ഓയിൽ പെയിൻ്റ് ആയാലും ഏത് മീഡിയ ആയാലും ശരി, നമുക്കതിൻ്റേതായ കളറിൻ്റേതായ ഒരു ഭംഗി, അതായത് ആ മീഡിയത്തിൻ്റേതായ ഭംഗി അതിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ കളർ വളരെ ധൈര്യം കിട്ടാനായിട്ട് നമ്മൾ പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫിഗർ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല ഡാർക്കും ലൈറ്റും വെച്ചിട്ടുള്ളതായിട്ട്, അതായത് ഒരു സൈഡിൽ നിന്ന് ലൈറ്റും നേരത്തെ പറഞ്ഞു, അതേമാതിരി തന്നെ നമ്മൾ അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ വാട്ടർ കളറിൻ്റെ പ്രത്യേകിച്ചും അതിൻ്റെ ഒരു റഫ് സ്റ്റൈല് നമുക്ക് കിട്ടും. ഇതാണ് വാട്ടർ കളറിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ ലൈറ്റ് ഷെയ്ഡ് നമ്മൾ അതിൻ്റേതായ രസം പോലെ, അതിൻ്റെ ആ ഒരു ഭംഗി, സൗന്ദര്യം അത് നമ്മുടെ മനസ്സിന് നല്ലവണ്ണം ഉണ്ടായിരിക്കണം. വരച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഏകദേശം വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ കാഴ്ച നമ്മൾ നേരത്തെ വരയ്ക്കുന്നതിന് മുന്നേ കാണണം.
അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാവനയിൽ ആ കണ്ട രൂപത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈല്, ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ റഫായിട്ട്, വളരെ റഫായിട്ട് നമുക്ക് ബ്രഷ് വയ്ക്കാൻ ഭയം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ റഫായിട്ട് വരയ്ക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇതിപ്പോൾ ഞാൻ ചെരിച്ച് നിർത്തിയിട്ടാണ്, ഈസലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നതുകൊണ്ട് പെയിൻറ്റ് ഒലിച്ച് വരാൻ സാധ്യതയുണ്ട്. ആ കണ്ണിൻ്റെ ഭാഗത്തേക്ക് ആ കൂളിംഗ് ഗ്ലാസിൻ്റെ മുകളിലേക്ക് അല്പം പെയിൻറ്റ് മുടിയിൽ നിന്ന് ഒഴുകി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇവിടെ ഇപ്പുറത്ത് പെയിൻ്റ് അടിക്കുമ്പോൾ അത് കണ്ടില്ല. പക്ഷേ അത് അതിൻ്റെ സഹായമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം കൂളിംഗ് ഗ്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് അത് രക്ഷപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള വെള്ളം കൂടുതലായിട്ട് വരാൻ ഇടവരാതെ നോക്കണം. അതായത് എവിടെയൊക്കെയാണ് കൂടുതൽ വെള്ളം ആവശ്യമുള്ളത്, വെള്ളം കുറവുള്ള രീതിയിലും അങ്ങനെ 2 ടൈപ്പിലായിട്ട് പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ആ ഓറഞ്ച് ആ ഫേസിൻ്റെ ആ കളറിനോട് ബന്ധപ്പെട്ട് ഒന്ന് സ്ട്രോക്ക് കൊടുത്തിറക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നേരത്തെ ലൈറ്റ് ബ്ലൂ അടിച്ചു. ആ ബ്ലൂ അടിച്ചതിൻ്റെ പേരിൽ ആ കളറിലേക്ക് നമ്മൾ അല്പം ഡെപ്തിലടിച്ചാലും അത് ലയിച്ച് അതൊരു സ്റ്റെപ്പായി വരുമ്പോൾ ലൈറ്റായി മാറും. അതാണ് അതിൻ്റെ ഒരു രസം. ഇനി നമുക്കതിൻ്റെ അല്പം കൂടി ഫിനിഷിങ്, ഇതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു സിമ്പിൾ സ്ട്രോക്ക്. നിങ്ങൾക്ക് ധൈര്യം പെയിൻറ്റിങ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടാൻ വേണ്ടി മാത്രം സ്വയം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് പരിശീലിക്കുക, സിമ്പിളായിട്ട് എന്തെങ്കിലും ഒന്ന് വരച്ച് പരിശീലിക്കുക എന്നുള്ളൊരു ഭാഗമായിട്ടാണ് കാണേണ്ടത്. ഇവിടെ ലൈറ്റ് ബ്ലൂ സൈഡിൽ നിന്ന് വരുന്നുണ്ട്, വെളിച്ചത്തിൻ്റെ ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ട്, മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റൈൽ ഞാനതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോസും ഇവിടെ കാണുക. അപ്പോൾ അത് ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റൈലാണ്. എന്നാൽ നമ്മൾ ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ വാട്ടർ കളറിൻ്റെ സ്റ്റൈൽ. വാട്ടർ കളറിന് നമ്മൾ സിമ്പിൾ സ്ട്രോക്കിലാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം ഇരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതായത് പ്രിൻ്റ് അടിച്ച മാതിരിയല്ല നമുക്ക് ആവശ്യം. ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ സൗന്ദര്യം കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഭംഗി നമുക്ക് ആസ്വാദനം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ കളർ സ്ട്രോക്കുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഏകദേശം നമ്മൾ പരമാവധി ഡീറ്റെയിൽസിലേക്കൊന്നും പോകാതെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുന്ന ആ ഒരു ഭംഗി അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് കയറി അതിന് കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ പോകില്ല. ഇപ്പോൾ ചുണ്ട് അല്പം വായ തുറന്നിരിക്കുന്നുണ്ട്, അതിൻ്റെ അവിടെ എന്നാൽ പല്ലുകളൊന്നും നമ്മൾ വരയ്ക്കുന്നില്ല. പല്ലിൻ്റെ അവിടെ ഞാനൊരു ലൈറ്റ് ഷെയ്ഡോ ഒരു വൈറ്റ് അല്ല ബ്ലൂ കളർ ചേർത്തിട്ടുള്ളൊരു സ്ട്രോക്ക് ഒരു ബ്രഷ് വാഷ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ അത് ഡീറ്റെയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ബേസിക്കലായിട്ട് നമുക്ക് ആകെ കൂടി ഒരു സൗന്ദര്യം നമുക്ക് തോന്നുന്നുണ്ടാവും. ആ കളർ ബ്രഷ് സ്ട്രോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് വാട്ടർ കളറിൻ്റെ ഒരു ബേസിക് സ്റ്റൈൽ. ഈ സ്റ്റൈലിൽ നമുക്ക് എന്തും വരയ്ക്കുകയാണെങ്കിൽ മറ്റ് ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി ഈ വാട്ടർ കളറിന് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഇങ്ങനെ നമ്മൾ വരച്ച് പരിശീലിച്ചാൽ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് സ്വയം അനുഭൂതി ഉണ്ടാക്കണം. മറ്റൊരാളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. നമ്മൾ വരച്ച് നമ്മൾ സ്വയം ആസ്വദിക്കുകയാണ്. പെയിൻറ്റിങ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ആരെ കാണിച്ച് ബോധിപ്പിക്കുക, ഇവരെയൊക്കെ അഭിപ്രായം ചോദിക്കാനൊക്കെ നിൽക്കരുത്. കാരണം മറ്റൊരാളുടെ അഭിപ്രായം കാഴ്ചപ്പാടിൽ വേറൊന്നായിരിക്കും. അല്ലെങ്കിൽ അവർ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു പടം എങ്ങനെയോ അതുപോലെയല്ല നമ്മൾ വരയ്ക്കുന്നതെന്നുള്ളത് കാണുമ്പോൾ അവർക്കത് പ്രതികരിക്കും. അവർ പറയുന്നത് ശരിയായില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു മുഷിച്ചിൽ വരും. അപ്പോൾ അത് നമുക്ക് ആരും ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്നില്ല. നമുക്ക് ബോധ്യപ്പെടുത്താൻ നമ്മളെ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനും നമുക്ക് ആസ്വദിച്ച് വരയ്ക്കാനുമാണ് ഇപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇങ്ങനെയുള്ള പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കിത് കണ്ടിട്ട് സ്വയം ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട്, അതായത് ഒരു ഭയം കൂടാതെ ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ തുടക്കക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നും. ഇതിങ്ങനെയൊക്കെ വരച്ച് ആകെ കുട്ടിച്ചോറാവും അല്ലെങ്കിൽ കൊളാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പേടിച്ച് ആ പേടി മാറാനുള്ള ഒരു പെയിൻറ്റിങ് ആയിട്ട് കാണണം. ഇതൊരു ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. നമുക്ക് മാർക്കറ്റിൽ കിട്ടും ഹാൻഡ് മെയ്ഡ് പേപ്പർ. വളരെ വില കുറഞ്ഞ പേപ്പർ, 50 രൂപയുള്ളൊരു ഷീറ്റിന്. നമുക്ക് വളരെ ക്യാൻസറിൻ്റെയൊക്കെ വളരെ വില കൂടിയ പേപ്പറുകളൊക്കെ ഉണ്ട്. 600 രൂപ ഷീറ്റിനും 1000, 5000 രൂപയ്ക്ക് വരെയുള്ള വാട്ടർ കളർ പേപ്പറുകളുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ ഒരു ഐവറി കാർഡ് പേപ്പർ
ഐവറി വൈറ്റ് പേപ്പർ, സാധാരണ ഒരു പേപ്പറായാലും കട്ടിയുള്ളൊരു പേപ്പർ ആവണം കേട്ടോ, അല്ലെങ്കിൽ ചുളിഞ്ഞ് പപ്പടം പോലെയും വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ പപ്പടത്തിൻ്റെ മുകളിൽ വരയ്ക്കണ പോലെയും അത് വരാതിരിക്കാനായിട്ട് അല്പം കട്ടിയുള്ളതും ഉള്ള ഒരു ഷീറ്റാണെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ഒരു ചിത്രം നമ്മളെ സംതൃപ്തിക്കായിട്ട് വരയ്ക്കുക. ഇവിടെ ഞാൻ ബ്രൗൺ അതിൻ്റെ മുടി ആദ്യം കളർ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഷെയ്ഡോസ് വെച്ചിട്ട് ആ മുടീൻ്റെ ഡെപ്ത് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ്സിന് അല്പം കൂടി ഷെയ്ഡോ നമ്മൾ കുറച്ച് കൊടുത്തു. എന്നാൽ അതിൻ്റെ ഫുള്ള് റെഡിഷ് നമ്മൾ കളയരുത്. അതിൻ്റെ സൗന്ദര്യത്തിന് കോട്ടം വരുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ വരാൻ നോക്കണം. അതേമാതിരി തന്നെ ഇതിൻ്റെ ഷേപ്പ് അത് നമ്മൾ ബേസിക്കായിട്ട് ആ ഘടന, ആ മുഖത്തിൻ്റെ ഷേപ്പ് നമ്മൾ നഷ്ടപ്പെടാതെ നോക്കണം. മുടിയുടെ ആ സൈഡിൽ കഴുത്തിൻ്റെ അടിഭാഗത്തായിട്ടുള്ള ഷെയ്ഡോസ്, ഇത് അവിടെ പിടിച്ച് തട്ടാത്തൊരു ഭാഗമാണ് ആ കഴുത്തിൻ്റെ താഴെ അടിഭാഗമായിട്ട് വരുന്ന സ്ഥലം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചിത്രം നിങ്ങൾ വരച്ച് നോക്കുക. വാട്ടർ കളറിൻ്റെ സൗന്ദര്യത്തിന് കോട്ടം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ് സ്ട്രോക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സിമ്പിൾ സ്ട്രോക്കിന്. അതേമാതിരി തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ബ്രഷ് ഒരു പ്രത്യേകതരം ബ്രഷാണ്, കെട്ടുകളൊക്കെ ഉള്ളൊരു ബ്രഷാണ്. ഹെയർ നല്ല പ്രത്യേക രീതിയിൽ കെട്ടിയിട്ടുള്ള ബ്രഷ്, കുറച്ച് വിലയുള്ള ബ്രഷാണ്. പക്ഷേ സാധാരണ ഏത് ബ്രഷിലും നമുക്ക് പരിശീലിക്കാവുന്നതാണ്. നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ അതൊക്കെ മതിയാവും. അതുപോലെ തന്നെ ഒരു പോയിൻ്റ് ബ്രഷ്, ഒരു മീഡിയം സൈസ് ലോങ് ഹെയർ പോയിൻ്റ് ബ്രഷ് ഒന്ന് കരുതി വെക്കണം. പിന്നെ ഒന്ന് വാഷ് ചെയ്യാൻ അല്പം വലിയൊരു ബ്രഷ്, 3 ബ്രഷ് ഉണ്ടായാൽ നമുക്ക് ശരിക്ക് ഒരുവിധം വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാം. അതിനായി മാത്രം പൈസ ചിലവാക്കി ഒരുപാട് ബ്രഷുകളൊക്കെ മേടിച്ച് ഇവരൊക്കെ കണ്ടതും കേട്ടതൊക്കെ മേടിച്ച് കൂട്ടിയിട്ട് അവസാനം കുട്ടിച്ചോറാക്കാൻ നിൽക്കരുത്. നമുക്ക് ആവശ്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് 3 ബ്രഷ് വേണ്ട, ഒരെണ്ണം വലുതും പിന്നെ ഒരു മിഡിൽ ലെവലുള്ള ഒരു ബ്രഷും പിന്നെ ഒരു പോയിൻ്റ് ബ്രഷും, ഇത്ര മതി. ഇത്ര ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചിത്രം വളരെ സിമ്പിളായിട്ട്, ഇതിപ്പോൾ എത്ര നിങ്ങൾക്ക് കാണാം, ഇത് അപ്പം തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു ചിത്രമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം എടുത്തിട്ടില്ല, ഇത്തിരി സമയം തന്നെയാണ് നമുക്ക് ഇത് വരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലത്തെ കളർ പെയിൻറ്റിങ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെ സീരിയസ് വർക്ക് എന്നുള്ളത് ചിന്തിക്കരുത്. നമുക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മൾ വാട്ടർ കളർ പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം വരച്ചതാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.